ഒന്നും പറയാനില്ലായിരിക്കും. വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ടു പെർഫോം ദി ഡിസ്പ്ലേസ്മെന്റ് അനാലിസിസ് അല്ല റൈറ്റ് ഡൗൺ ദ സ്റ്റെപ്സ് എഴുതാൻ പറഞ്ഞിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ? ക്യാം പ്രൊഫൈൽ വരക്കുന്ന. ഡു യു റിമെമ്പർ? ഓക്കെ, അത് എഴുതിയിട്ട് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാല് വാട്ട് ആർ യു സപ്പോസ് ടു റൈറ്റ്? വാട്ട് ആർ യു സപ്പോസ് ടു റൈറ്റ്? എങ്ങനെയാ നിങ്ങൾ എഴുതുക അത്? ആൻസർ പറ. Suppose you are asked to write the steps for drawing the CAM profile. Graph. What are you supposed to write? SHM graph വരയ്ക്കുന്ന procedure. What are the steps? നിങ്ങൾ കാണുന്നുണ്ടോ? സ്ക്രീൻ കാണുന്നുണ്ടോ? Yes sir. Yes sir. ഈ ക്വസ്റ്റ്യൻ നോക്ക്. What are the steps involved in constructing the CAM profile for a CAM driving an offset follower exhibiting SHM, simple harmonic motion, during both outstroke and instroke of one complete revolution of CAM? ഇത് 7.5 marks ആയി. You may obtain this one for 8 marks or 10 marks. സപ്പോസ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ, കാരണം ഈ സ്റ്റെപ്സ് എഴുതാനുള്ള ക്വസ്റ്റ്യൻസ് ഓൾഡ് കണ്ണൂർ യൂണിവേഴ്സിറ്റി പാറ്റേണിൽ വരുന്ന ഒരു കോമൺ ക്വസ്റ്റ്യൻ ആണ്. KT ഇതുവരെ ഇത് അറ്റംപ്റ്റ് ചെയ്തിട്ടില്ല. മേ ബി ഇത് ചെയ്യാം. സോ ഇത് വരുന്നത് ഒരു 7 marks, 8 marks, മേ ബി 10 marks, 7 to 8 marksന്റെ റേഞ്ചിലായിരിക്കും വരുന്നുണ്ടെങ്കിൽ ഇത് വരിക. ഇങ്ങനെ വന്നാൽ ഇത് വളരെ ഒരു 5-6 സ്റ്റെപ്പ് മാത്രം എഴുതി വെച്ചിട്ട് നിങ്ങൾക്ക് ഒരിക്കലും ഒരു 7 മാർക്കൊന്നും കിട്ടൂല. നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾ എന്താ ഇങ്ങനെയൊക്കെ കരുതുന്നത്. ഞാൻ പറഞ്ഞില്ല, ഇത്രയും കെയർലെസ് ആയിട്ട് ആൻസേഴ്സ് എഴുതുന്ന ഒരു ബാച്ചിനെ ഞാൻ കണ്ടിട്ടില്ല. ആർക്കോ വേണ്ടി എന്തോ ഒന്ന് എഴുതി വെക്കുന്നു, അത്രേ ഉള്ളൂ. ഇതിൽ ഇഫ് യു വാണ്ട് ടു ഫെച്ച് 7 marks ഫോർ സച്ച് എ ക്വസ്റ്റ്യൻ, നിങ്ങൾ എന്ത് എഴുതണം? സിമ്പിൾ ഹാർമോണിക് മോഷനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഡിസ്പ്ലേസ്മെന്റ് ഡയഗ്രാം ആദ്യം വരക്കണം. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് റൈറ്റ് ഡൗൺ ഹൗ ടു ഡ്രോ ദ സിമ്പിൾ ഹാർമോണിക് മോഷൻ ഡിസ്പ്ലേസ്മെന്റ് ഡയഗ്രാം. അതുകൊണ്ടേ ഇല്ലേ ക്രിയേറ്റിംഗ് എ റെക്ടാംഗിൾ, അതിലെന്താണ് ആംഗിൾസ് ഫോർ ക്യാം റൊട്ടേഷൻ, അത് എക്സ് ആക്സ് ആയിട്ടും വൈ ആക്സ് ആയിട്ട് എന്താണ് സ്ട്രോക്ക് ലെങ്ത് എടുക്കണം. എന്നിട്ട് എങ്ങനെ വരക്കും? ഒരു എൻഡില് സെമി സർക്കിൾ യൂസിങ് ദി യൂസിങ് ദ സ്ട്രോക്ക് ലെങ്ത് ആസ് ഡയമീറ്റർ വരക്കണം. എന്നിട്ട് അതെങ്ങനെ ഓരോന്നും ഡിവൈഡ് ചെയ്യണം. അത് യു ഹാവ് ടു എക്സ്പ്ലെയിൻ ഹൗ ടു ഡ്രോ ദ ഡിസ്പ്ലേസ്മെന്റ്. കാരണം ഡ്രോയിങ് എ ക്യാം പ്രൊഫൈൽ, ദ ബേസ് ദാറ്റ് യു ഷുഡ് ഹാവ് വിത്ത് യു ഈസ് ദ ഡിസ്പ്ലേസ്മെന്റ് ഡയഗ്രാം. എന്നിട്ട് then start writing about creation of CAM profile. അല്ലേ? ഇതിൽ വിച്ച് ഈസ് ദി ഫോളോവർ എന്ന് മെൻഷൻ ചെയ്തിട്ടില്ല. സോ യു ഹാവ് ടു മെൻഷൻ ഇൻ യുവർ ആൻസർ ലെറ്റ് ദ ഫോളോവർ ബി എ നൈഫ് എഡ്ജഡ് ഫോളോവർ, അല്ലെങ്കിൽ ലെറ്റ് ഇറ്റ് ബി എ റോളർ ഫോളോവർ. എഴുതിയിട്ടുണ്ട്, ആരെങ്കിലും എഴുതിയിട്ടുണ്ട് ഇതൊക്കെ എങ്ങനെയാണ് ഞാൻ പഠിപ്പിച്ചു തരുന്നത്? സി യു നോ നമ്മൾ എങ്ങനെയാണ് ക്യാം പ്രൊഫൈൽ വരക്കുന്നത് എന്നുള്ള ഈച്ച് ആൻഡ് എവറി സ്റ്റെപ്പ് നിങ്ങൾക്ക് അറിയാം. കാരണം ബിക്കോസ് യു ഹാവ് ഡ്രോൺ. അങ്ങനെ അറിയുന്ന ഒരു വ്യക്തി ഇത് എഴുതുമ്പോൾ അത് എഴുതണ്ടേ ആ കാര്യങ്ങൾ? സി അത് വളരെ ക്ലിയർ ആണ്. കാരണം നിങ്ങൾ ആൻസേഴ്സ് എഴുതുന്ന ഈ ചോദ്യം അറ്റംപ്റ്റ് ചെയ്ത വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. സെക്കൻഡ് വൺ അറ്റംപ്റ്റ് ചെയ്തതിലെ ഭൂരിഭാഗം ആൾക്കാരും വളരെ കെയർലെസ് ആയിട്ട് ഇങ്ങനെ എഴുതി വിടുക. ഇത് ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ ആക്സിലറേഷൻ ഓഫ് എ തേർഡ് ക്വസ്റ്റ്യൻ, റോളർ ഫോളോവർ ഓപ്പറേറ്റിംഗ് എ ടാൻജന്റ് ക്യാം ഉണ്ട്, ഫിഗർ വരച്ചിട്ടുണ്ട്, സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഡെറിവേഷൻ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ എഴുതിയാലും നിങ്ങൾക്ക് 7.5 മാർക്ക് കിട്ടാൻ പോകുന്നില്ല. കാരണം യു ഹാവ് ടു എക്സ്പ്ലെയിൻ ഓരോ ടേം എന്താണ്. ആ ഫിഗറിൽ കാണിച്ച ഫിഗറിന്റെ എക്സ്പ്ലനേഷൻ വേണം. ഡെറിവേഷന് മുന്നേ ലെറ്റ് ഇന്ന ടേം ഇന്ന തന്നെ കാണിക്കുന്നു എന്നുള്ള എക്സ്പ്ലനേഷൻ വേണം. എന്നിട്ട് വേണ്ടേ ഡിറൈവ് ചെയ്യാൻ.
അവസ്ഥ വളരെ മോശമായിരിക്കും. ഞാൻ പറഞ്ഞ യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ നിങ്ങൾ ഈ ഒരു രീതിയിലാണ് നിങ്ങൾ ആൻസേഴ്സ് പ്രസന്റ് ചെയ്യാൻ പോകുന്നതെങ്കിൽ ഇറ്റ് വിൽ ബി പത്തറ്റിക് കണ്ടീഷൻ. ലോ ഓഫ് ഗിയറിംഗ്, ഞാൻ ലോ ഓഫ് ഗിയറിംഗിനെ പറ്റി പറഞ്ഞു. അറ്റ്ലീസ്റ്റ് ആ ഫിഗർ എന്താണെന്നുള്ളത് മെൻഷൻ ചെയ്യണ്ടേ? ആ ഫിഗറിൽ എന്താണ്? ചില ആൾക്കാർ ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞാല് രണ്ട് രീതിയിൽ ഫിഗേഴ്സ് വരക്കാം. ഒന്നുകിൽ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് ഗിയേഴ്സിന്റെ ടീത്ത് കാണിച്ചിട്ട് അതിൽ ലൈൻസ് വരച്ചിട്ട് വരക്കാം. അല്ലാതെ ചില ടെക്സ്റ്റ് ബുക്കിലുള്ള പോലെ ആ ഒരു ഫിഗർ ഉണ്ട്, അതിന്റെ ഇപ്പുറത്ത് മറ്റൊരു ഫിഗർ ഉണ്ട്. അതായത് ആ ടീത്തിന്റെ പ്രൊഫൈലൊക്കെ കളഞ്ഞിട്ട് ജസ്റ്റ് ആ സിമിലർ ട്രയാങ്കിൾസ് ഒക്കെ മാത്രം വരച്ചിട്ട്. ചില ആൾക്കാർ ആ സിമിലർ ട്രയാങ്കിൾസ് വരച്ചിട്ട് അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. കാരണം എന്താണ് വരക്കുന്നത് എന്നുള്ള അറിയില്ല, സ്വയം മനസ്സിലാക്കുന്നില്ല എന്താ വരക്കുന്നത് എന്നുള്ളത്. Explain the classification of gears. What are the advantages of involute profile over cycloidal? ഒരാളാണ് ഇത് ഏറ്റവും ഭംഗിയിൽ എഴുതിയിട്ടുള്ളത്. ഫുൾ മാർക്സ് ഞാൻ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ് ഓഫ് ഇൻവല്യൂട്ട് പ്രൊഫൈൽ ഓവർ സൈക്ലോയിഡ്? അതൊരു കമ്പാരിസൺ ആണല്ലേ. ആ കമ്പാരിസൺ എത്ര ഭംഗിയായിട്ട് ഒരു ടേബിൾ വരച്ചിട്ട് രണ്ട് സൈഡിലായിട്ട് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. that is a good way of presentation because you are comparing two things. എപ്പോഴും കമ്പാരിസൺ ചോദിച്ചാൽ ട്രൈ ടു പ്രസന്റ് ദി ആൻസർ യൂസിങ് എ ടേബിൾ ആർ കോളം, അല്ലെ ആ ഒരു ടേബിൾ വരച്ചിട്ട് എഴുതാൻ ശ്രമിക്കുക. rather than going for writing a paragraph അല്ലെങ്കിൽ പോയിന്റ്സ് ആയിട്ട്. പിന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് ഗിയേഴ്സ്, ട്രൈ ഡ്രോയിങ് അറ്റ്ലീസ്റ്റ് സ്കിമാറ്റിക് ഫിഗേഴ്സ്. ബെവൽ ഗിയർ ഒക്കെ ഫിഗറിൽ കാണിക്കാൻ എന്താ ബുദ്ധിമുട്ട്? വേം ഗിയറിംഗ് കാണിക്കാൻ എന്താ ബുദ്ധിമുട്ട്? റാക്ക് ആൻഡ് പിനിയൻ കാണിക്കാൻ എന്താ ബുദ്ധിമുട്ട്? വളരെ സിമ്പിൾ ആയിട്ടുള്ള നിങ്ങൾക്ക് ഇത് കാണിക്കാമല്ലോ, സ്പർ ഗിയേഴ്സ് കാണിക്കാം. ഹെലിക്കൽ ഗിയർ വരക്കുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും. സ്റ്റിൽ യു ക്യാൻ റെപ്രസെന്റ് ദാറ്റ് വൺ അല്ലേ. സ്കിമാറ്റിക്, അതാ ഞാൻ പറഞ്ഞത്, ആക്ച്വൽ ഫിഗർ വരക്കാതെ സ്കിമാറ്റിക് ആയിട്ട് റെപ്രസെന്റ് ചെയ്യില്ലേ, ലൈൻ ഡയഗ്രംസ് മാത്രമായിട്ട്, ആ രീതിയിൽ റെപ്രസെന്റ് ചെയ്യാലോ. See, these are the things that I am suggesting to you. നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഈ സജഷൻസ് സ്വീകരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പൊ എഴുതി ഇതേ രീതിയിൽ തന്നെ ആൻസർ ചെയ്യാം. ഇറ്റ് ഈസ് അപ് ടു യു, നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷെങ്കിൽ ദ വേ യു വിൽ ബി ഗെറ്റിംഗ് മാർക്സ്, അതാണ് ഞാൻ പറഞ്ഞു തരുന്നത്. കാരണം വി ആർ ഓൾ ഗോയിങ് ഫോർ വാല്യുവേഷൻസ്. സോ അതിലെ ക്ലിയർ ഇൻസ്ട്രക്ഷൻസ് നമുക്കറിയാം ഏത് രീതിയിൽ മാർക്ക് കൊടുക്കണം എന്നുള്ളത്. ആ ഇൻസ്ട്രക്ഷൻസിന്റെ ബേസിൽ നമ്മൾ മാർക്ക് കൊടുക്കുക. അതാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ഇത് വേണ്ടി സ്വീകരിക്കുക, സ്വീകരിക്കാതിരിക്കുക. ഇനി ആറാമത്താണ് ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. എക്സ്പ്ലെയിൻ ദ ടേംസ് പ്രഷർ ആംഗിൾ, എഡൻഡം, സർക്കുലർ പിച്ച് ആൻഡ് ബാക്ക്ലാഷ് വിത്ത് എ സ്യൂട്ടബിൾ ഫിഗർ. 90% ആൾക്കാർ ഹാവ് റിട്ടൺ ക്രാപ്പ് ഫോർ ദിസ് വൺ. ചുരുട്ടി കളയാൻ പറ്റുന്ന ആൻസർ അതിന് എഴുതിയത്. കാരണം മര്യാദയ്ക്കൊരു ഫിഗർ ഇല്ല. ഒരു ടീത്ത് വരച്ചിട്ട് അതിൽ എഡൻഡം മാത്രം കാണിച്ച ഒരുപാട് ആൾക്കാരുണ്ട്. ഒരു ഗിയർ ടൂത്ത് വരച്ചിട്ട് അതിൽ കുറച്ച് നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട്, എഡൻഡം ഡിഡൻഡം കാണിക്കാം, സർക്കുലർ പിച്ച് മെൻഷൻ ചെയ്യാം, ടോപ്പ് ലാൻഡ് കാണിക്കാം, ഫ്ലാങ്ക് ഫേസ് റീജിയൻസ് കാണിക്കാം, എന്തൊക്കെ കാണിക്കാം, അതിൽ പ്രഷർ ആംഗിൾ കാണിക്കാം. അറ്റ്ലീസ്റ്റ് യു ഷുഡ് ഹാവ് മെൻഷൻഡ് or shown in the figure these particular terms that you are asked to supposed to describe, അല്ലെ? At least the pressure angle, addendum, circular pitch, ഇതൊക്കെ കാണിക്കാം. And you could have drawn a separate figure for backlash showing the width, അല്ല? ചില ആൾക്കാർ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ ചെയ്ത ആൾക്കാർ എന്താ ചെയ്തെന്ന് അറിയാം, ബാക്ക്ലാഷിന് വേണ്ടിയിട്ട് വളരെ റഫ് ആയിട്ടൊരു ഫിഗർ, ചെറിയ കുട്ടിൽ വരക്കുന്ന ഒരു ഫിഗർ മാത്രം വരച്ച്, ബാക്കി യു forgot to draw the figure for what one, which one, the pressure angle, addendum, circular pitch എല്ലാം കാണിക്കുന്ന ഫിഗർ വരക്കാൻ മറന്നുപോയി. How am I supposed to give 7.5 marks for such answers? അത് ഒരു സെന്റൻസിലൊക്കെയാണ് പ്രഷർ ആംഗിൾ, എഡൻഡം എന്നൊക്കെ എഴുതിയിട്ടുള്ളത്. First thing what you have to understand is how to write an answer according to the marks. ചോദിച്ച മാർക്സിനനുസരിച്ച്. സാധാരണ ഒരു 8 മാർക്സിന് വരുന്നൊക്കെ ക്വസ്റ്റ്യൻ ഒരു 4 മാർക്കിന് 5 മാർക്കിനൊക്കെ ചോദിച്ചാൽ ഇലാബറേറ്റ് ആയിട്ട് എഴുതണ്ട, അല്ലേ? കാരണം അത്രയും എഴുതിയാലും നിങ്ങൾക്ക് മാക്സിമം അത്ര മാർക്ക് കിട്ടും. ബട്ട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എല്ലാം ചിലപ്പോൾ ഒരു ഇതുപോലത്തെ മാർക്സിന് വന്നാൽ യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ഏത് രീതിയിൽ എഴുതണം എന്നുള്ളത്. കുറച്ച് ഇലാബറേറ്റ് ചെയ്തിട്ട് എഴുതണ്ടേ? 8 മാർക്കിന് 5 മാർക്ക്, 5 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 മാ
ബോയ്സ് കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? പിന്നെ ഇൻ ദ കേസ് ഓഫ് ന്യൂമറിക്കൽസ് നത്തിങ് ടു വറി. കാരണം എന്താ, ന്യൂമറിക്കൽ ആണ്, അതിൽ ഒരുപാട് ഇലാബറേറ്റ് എക്സ്പ്ലനേഷൻസോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ബട്ട് ഏതെങ്കിലും ന്യൂമറിക്കലിന് ഒരു ഫിഗർ ആവശ്യമുണ്ട് എന്ന് തോന്നിയാൽ, ആൻഡ് ഈവൻ ദോ ഇഫ് ഇറ്റ്സ് നോട്ട് ആസ്ക്ഡ്, യു ഷുഡ് ഡെഫിനറ്റ്ലി മെൻഷൻ ദ ഫിഗർ. ആ ഫിഗർ ഒന്ന് സ്കിമാറ്റിക് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നു വേണം. ഇതിലിപ്പോ അതിന്റെ പ്രശ്നം വരുന്നില്ല. ബട്ട് ഒരു കാര്യം നിർബന്ധമായും ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഒരു കാര്യത്തിൽ ഐ എം ഹാപ്പി, നിങ്ങളെല്ലാവരും യൂണിറ്റ്സ് എഴുതിയിട്ടുണ്ട് ഇപ്രാവശ്യം. യൂണിറ്റ് ആരും മിസ്സാക്കിയിട്ടില്ല. ന്യൂമറിക്കൽ ഡെഫിനറ്റ്ലി ടേം എക്സ്പ്ലെയിൻ ചെയ്യണം. വാട്ട് ഈസ് ആർ, വാട്ട് ഈസ് ക്യാപിറ്റൽ ആർ, വാട്ട് ഈസ് സ്മോൾ ആർ, വാട്ട് ഈസ് ക്യാപിറ്റൽ ടി, വാട്ട് ഈസ് സ്മോൾ ടി, ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യണം. കാരണം നിങ്ങൾ ആൻസർ പേപ്പർ വാല്യൂ ചെയ്യുന്ന ആള് വാല്യൂ ചെയ്യുന്ന ഒരു എക്സാമിനർ, ഹി മസ്റ്റ് ഹാവ് സ്റ്റഡീഡ് യൂസിങ് ദാറ്റ് ടേംസ്. വേറെ റെഫറൻസസിലെ വേറെ ടേംസ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാവുക. സോ നിങ്ങൾ ഉപയോഗിക്കുന്ന ടേം എന്താണ്, ഈവൻ ദോ ആർ എന്ന് പറഞ്ഞ റേഡിയസ് ആണെന്ന് നമ്മൾ 90% അസ്യൂം ചെയ്യുമെങ്കിലും, ഫോർ സച്ച് കേസസ് യു ഹാവ് ടു മെൻഷൻ വാട്ട് ഈസ് ആർ. സ്മോൾ മൊഡ്യൂള് അല്ലെ, ഓരോ ഈച്ച് ആൻഡ് എവറി ടേം യു ഹാവ് ടു എക്സ്പ്ലെയിൻ. എന്നിട്ട് വേണം എന്ത് ചെയ്യാൻ, എന്നിട്ട് ഈ എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് മെൻഷൻ ചെയ്യൽ മാത്രമാണ്. കാരണം ദിസ് ഇസ് എ ന്യൂമറിക്കൽ, യുവർ ആൻസേഴ്സ്, യുവർ മാർക്സ് വിൽ ബി ബേസ്ഡ് ഓൺ ദ വാല്യൂസ് ദാറ്റ് യു ഒബ്റ്റെയിൻ അല്ലെ. ഓവർ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ന്യൂമറിക്കൽ കേസിൽ ആവശ്യമില്ല. ഡയറക്റ്റ് യു ക്യാൻ സോൾവ് ദാറ്റ് വൺ. ക്ലിയർ ആവുന്നുണ്ടോ? സോ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്, ഹൗ ടു പ്രസന്റ് ആൻ ആൻസർ. അത് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന മാർക്സ്, നിങ്ങൾ എഴുതുന്ന ചിലപ്പം കണ്ടന്റ് വൈസ് ഒരു 7 മാർക്ക് ചോദ്യത്തിന് നിങ്ങൾ വളരെ ചെറുതായിട്ട് എഴുതിയാൽ, the thing that you are explaining, the content, the main content might be true, പക്ഷെ അതിനൊരിക്കലും 7 മാർക്ക് തരാൻ പറ്റില്ല. കാരണം എന്താ, more marks means it demands a little bit more explanation. അത് മനസ്സിലാക്കാതെ നമ്മൾ എഴുതിയിട്ട് കാര്യമില്ല. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ഓക്കെ. സോ ഇന്ന് 1 അവറും കൂടിയുണ്ട്. ആ അവറിൽ നമ്മൾ മേജർ ടോപ്പിക് എടുക്കാം. ബട്ട് സ്റ്റിൽ എടുക്കാൻ വന്ന ടോപ്പിക് എന്താന്നുള്ളത് ജസ്റ്റ് ഐ ഇൻട്രൊഡ്യൂസ്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ വെക്കുക, ആ രീതിയിലൊന്ന് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കുക കേട്ടോ. ഓക്കെ സർ. ഓക്കെ, വെയിറ്റ്. ഓക്കെ, ഈ ഐ ഹോപ്പ് യു ക്യാൻ സീ വാട്ട് ഐ എം പ്രസന്റിങ് അല്ലേ. സോ ഗിയർ ട്രെയിൻസ് റിലേറ്റ് ചെയ്തിട്ട് ചെറിയൊരു ടോപ്പിക് കൂടിയുണ്ട്. ചെറിയൊരു ടോപ്പിക് ഇൻ ദ സെൻസ് ദ കണ്ടന്റ് ആസ് എ ഹോൾ ഇസ് എ ഹ്യൂജ് കണ്ടന്റ്. ഒരുപാട് പഠിക്കാനുള്ള കണ്ടന്റ് ആണ്. ബട്ട് ടു ദ എക്സ്റ്റെൻഡ് ഇറ്റ് ഈസ് മെൻഷൻഡ് ഇൻ യുവർ സിലബസ്, നമുക്ക് ഇതിനൊരു ചെറിയൊരു തിയറിറ്റിക്കൽ ടോപ്പിക് ആയിട്ട് എടുക്കാം. ഡിഫറൻഷ്യൽ ഓഫ് എൻ ഓട്ടോമൊബൈൽ ആണ് ആ ടോപ്പിക്. ഡിഫറൻഷ്യൽ ബേസ് ചെയ്തിട്ടുള്ള ന്യൂമറിക്കൽ ഇതുവരെ വന്നിട്ടില്ല. ബട്ട് ന്യൂമറിക്കൽ വന്നാലും നമ്മൾ ഇതുവരെ ചെയ്ത പ്ലാനറ്ററി ഗിയർ ട്രെയിൻസ് അല്ലെങ്കിൽ എപ്പിസൈക്ലിക് ഗിയർ ട്രെയിൻസിന്റെ ന്യൂമറിക്കൽ ഉണ്ടല്ലോ, സെയിം വേ ആണ് നിങ്ങൾ ഇത് അറ്റംപ്റ്റ് ചെയ്യേണ്ടത്. ഓൺലി ഡിഫറൻസ് ദാറ്റ് യു മൈറ്റ് ഒബ്സർവ് ഈസ് ദ ടൈപ്പ് ഓഫ് ഗിയേഴ്സ് യൂസ്ഡ് ഡിഫറെന്റ് ആയിരിക്കും. സി, നമ്മൾ ഇതുവരെ ചെയ്ത ക്വസ്റ്റ്യനിലെല്ലാം സ്പർ ഗിയേഴ്സ് യൂസ് ചെയ്തിട്ടല്ലേ ചെയ്തേ. സൺ ഗിയർ ആയാലും പ്ലാനറ്റ് ഗിയർ ആയാലും അല്ലെ, റിംഗ് ഗിയർ അല്ലെ, ആൻഡ്ലെസ് ഗിയർ ഒക്കെ ആയാലും എല്ലാം ഓൾ വെയർ സ്പർ ഗിയേഴ്സ്. ബട്ട്
when we talk about a differential of an automobile, അതിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ബെവൽ ഗിയേഴ്സ് ആണ്. ആ ബെവൽ ഗിയേഴ്സിന്റെ ജോമെട്രിയിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ടാവുന്നേ ഉള്ളൂ. ബട്ട് this is basically what an epicyclic gear train with the involvement of a lot of bevel gears. അത്രേ ഉള്ളൂ. സ്പർ ഗിയേഴ്സിന് പകരം കുറെ ബെവൽ ഗിയേഴ്സ് വെച്ചിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ട് പറഞ്ഞ ഒരു എപ്പിസൈക്ലിക് ഗിയർ ട്രെയിനിന്റെ കൺസ്ട്രക്ഷൻ. അതാണ് ബേസിക്കലി ഡിഫറൻഷ്യൽ എന്ന് പറഞ്ഞാൽ ജോമെട്രി വൈസ് നോക്കിയാൽ. സോ സോൾവിങ് a numerical for finding out speed of different shafts in the case of a differential, അത് നമ്മൾ ചെയ്യുന്ന മെത്തേഡ് will be same that we have used for the epicyclic normal epicyclic gear train, tabular method സെയിം ആണ് ചെയ്യേണ്ടത്. ആ ഫിഗേഴ്സ് അല്ലെ കൺസ്ട്രക്ഷനിൽ മാത്രം ചെറിയ ഡിഫറൻസ് ഫീൽ ചെയ്യും. സോ ബേസിക്കലി ഒരു ഓട്ടോമൊബൈലിൽ ഡിഫറൻഷ്യൽ നിങ്ങൾ ആ ഫിഗർ കാണുന്നില്ല അതിൽ? ഓക്കെ, ഡിഫറൻഷ്യൽ യൂസ് ചെയ്യുന്ന അതിൽ തന്നെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. A differential allows wheels of a vehicle to rotate at different speeds. This is necessary when the vehicle turns. അല്ലേ? ഇപ്പോൾ മോസ്റ്റ് ഓഫ് ദ ഓട്ടോമൊബൈൽസ് ദാറ്റ് വി സീ, പ്രത്യേകിച്ച് കാർ എടുത്താൽ എല്ലാം ഫ്രണ്ട് വീൽ ഡ്രൈവ്സ് ആണ്. ഫ്രണ്ട് വീൽ ഡ്രൈവ്സ് ആണോ ബാക്ക് വീൽ ഡ്രൈവ്സ് ആണോ? ബാക്ക് വീൽ ആണ്, ഫ്രണ്ട് വീൽ അല്ല. ആ ഫിഗറിൽ എഞ്ചിൻ ഫ്രണ്ടിലാന്ന് വിചാരിച്ചിട്ട് the automation system is not the front wheel system, it's a back wheel system. കാരണം എന്താ? The transmission drives the back wheels, rear wheels ആണ് ഡ്രൈവ് ചെയ്യുന്നത്. എഞ്ചിൻ ഫ്രണ്ടിലാണ്, it's okay, that's understood, but the drive is a back wheel system, അല്ലേ? So basically the principle behind installation of a differential is, see, when an automobile moves in a straight path, when you take the case of the rear wheels, both the wheels should move with uniform speed. ആയിരിക്കണ്ടേ? Yes. Yes. But suppose the vehicle is taking a curve, ഒരു curved പാത്തുള്ള ഒരു വളവ്, ഒരു സ്റ്റീപ്പ് curve ഇങ്ങനെ ടേൺ ചെയ്യുന്നതായിരിക്കും. What happens to the rear wheels? എന്താണ് സംഭവിക്കുക? ജസ്റ്റ് ഒന്ന് ലോജിക്കലി ആലോചിച്ച് നോക്കിയാ. ഇതിലെ സെക്കൻഡ് പോയിന്റ് പറയുന്നത് എന്താ? ദ വെഹിക്കിൾ ടു റൊട്ടേറ്റ് അറ്റ് ഡിഫറെന്റ് സ്പീഡ്സ് എന്ന് പറയുന്നത് വീൽസ് ഓഫ് വെഹിക്കിൾ. വൈ സച്ച് എ നീഡ് അറൈസിങ്? രണ്ട് വീലും ഡിഫറെന്റ് സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യേണ്ട ആവശ്യം എന്താണ്? എന്തിനാണ് അങ്ങനെ ഒരു ആവശ്യം വരുന്നത്? അത് പറ. ഒരു വെഹിക്കിളിൽ ഓട്ടോമൊബൈലിൽ പോകുമ്പോൾ എവറി വീൽ ഷുഡ് ഹാവ് സെയിം സ്പീഡ്, അല്ലേ? വാട്ട് ഈസ് ദ നീഡ് ഫോർ ഹാവിങ് ഡിഫറെന്റ് സ്പീഡ്സ് ഫോർ the two wheels? എന്തിനാണ് അങ്ങനെ? കർവ് ടേൺ ചെയ്യുമ്പോൾ എന്താ അതിന്റെ വാട്ട് ഇസ് സബ്സിക്വന്റ് നീഡ് ഫോർ ദിസ് വൺ? ഓക്കെ, ഇറ്റ് ഈസ് ടേണിംഗ്, ടേക്കിംഗ് എ കർവ്, അണ്ടർസ്റ്റുഡ്, ബട്ട് വാട്ട് ഈസ് ദ നീഡ് ഫോർ ദ വീൽസ് ടു ഹാവ് ഡിഫറെന്റ് സ്പീഡ്സ്? അതെന്തിനാ? കർവിലൂടെ ടേൺ ചെയ്യുമ്പോൾ സ്ലിപ്പ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. Okay, one thing is to avoid the elimination of slip. Okay, understood. That is a good answer. But കുറച്ചും കൂടി ഒന്ന് ചിന്തിച്ചാൽ മോർ ലോജിക്കബിൾ ആയിട്ടുള്ള ഒരു ആൻസർ കിട്ടും. See, imagine you are sitting in a car or you are driving a car and നിങ്ങൾ കാറിൽ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന, suddenly the car has to take a left turn. It has to take a left turn. So when you think about the wheels, what happens to the wheels? Rear wheels എടുത്ത് നോക്കിയാൽ the wheel on the left side will have to cover only a lesser distance compared to the wheel on the right side. Correct അല്ലേ? Yes sir. Correct അല്ലേ? Yes sir. So if the two wheels are having same speed, എന്താ സംഭവിക്കുക? ലെഫ്റ്റ് സൈഡിൽ പെട്ടെന്ന് കവർ ആവും, റൈറ്റ് സൈഡിൽ വീണ്ടും കവർ ആവാതിരിക്കും. അതല്ലേ ലോജിക്കബിൾ ആയിട്ടൊരു എക്സ്പ്ലനേഷൻ വരേണ്ടത്, അല്ലേ? അല്ലേ? ബട്ട് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ, അല്ലേ? ഇറ്റ്സ് പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ബിക്കോസ് ദ വീൽസ് ആർ കണക്റ്റഡ് യൂസിങ് ആക്സിൽസ്, അല്ലേ? റിയർ ആക്സിൽസ്, ഫ്രണ്ട് ആക്സിൽസ്. സോ വൺ വീൽ ടു റൊട്ടേറ്റ് അറ്റ് എ ഡിഫറെന്റ് സ്പീഡ്, when we think in a natural case,
pretends to be impossible. ആ ഒരു കേസ് അല്ലെങ്കിൽ to overcome such a situation, the installation of differential gears have become essential in automobiles. Anyway, we will explain in detail in the next class. എല്ലാവരും പ്രസന്റ് അല്ലേ ഇന്ന്? Yes, sir. ഗോകുൽ മുരളീധരൻ ഉണ്ടോ? Yes, sir. ഓക്കെ, ഗോകുൽ ഗംഗാധരൻ ഉണ്ടോ? ഗോകുൽ ഗംഗാധരൻ ഉണ്ടായിരുന്നോ? Okay. Okay, okay, okay. We will continue in the next class. Thank you. Thank you, sir. താങ്ക് യു Thank you, sir. Thank you, sir. Thank you, sir.